കൊറ്റങ്കരയിലെ കശുവണ്ടി ഫാക്ടറികളിൽ പി.സി. വിഷ്ണുനാഥ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിനിടെ അരങ്ങേറിയ നാടകീയ രംഗങ്ങളുടെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. എം.എൽ.എയെ തൊഴിലാളി തടഞ്ഞുവെച്ചു എന്ന പേരിൽ ഇടത് സൈബർ ഹാൻഡിലുകളും കൈരളി അടക്കമുള്ള മാധ്യമങ്ങളും ആഘോഷിച്ച വീഡിയോയ്ക്ക് പിന്നിലെ CPM തിരക്കഥയാണ് ഇപ്പോൾ മൂക്കുകുത്തി വീണിരിക്കുന്നത്. ക്യാമ്പിനിടെ തൊഴിലാളികൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീ മുൻപോട്ട് വരികയും താൻ ഒരു കോൺഗ്രസുകാരിയാണെന്ന് അവകാശപ്പെട്ട് എം.എൽ.എയോട് സംസാരിക്കാൻ തുടങ്ങുകയുമായിരുന്നു. ആദ്യം MPയെക്കുറിച്ചും പിന്നീട് പൊതുവായ കാര്യങ്ങളും സംസാരിച്ച ഇവർ ഇടയ്ക്കിടെ താൻ കോൺഗ്രസുകാരിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ സംസാരത്തിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എം.എൽ.എ തെറ്റായ സമീപനം സ്വീകരിച്ചു എന്ന വാദം ഇവർ ഉയർത്തിയതോടെയാണ് എം.എൽ.എക്ക് ഇതിൽ ദുരൂഹത തോന്നിയത്. ഇതോടെ വന്ന ആളുടെ ലക്ഷ്യം രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. എം.എൽ.എയെ സ്വന്തം പാർട്ടി പ്രവർത്തക തന്നെ തടഞ്ഞു എന്ന തരത്തിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കപ്പെട്ടെങ്കിലും ഇതിന് പിന്നിലെ വസ്തുതകൾ പി.സി. വിഷ്ണുനാഥ് തന്നെ ഇപ്പോൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. തന്നെ തടഞ്ഞുവെച്ച് സംസാരിച്ച സ്ത്രീയുടെ മകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊറ്റങ്കരയിലെ ഗോപികാസദനം സ്കൂൾ വാർഡിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു എന്നതാണ് സത്യം. ഇവരുടെ മകനാകട്ടെ പ്രദേശത്തെ അറിയപ്പെടുന്ന DYFI പ്രവർത്തകനുമാണ്. ഫാക്ടറിക്കുള്ളിലെ ഈ രംഗങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് ചിത്രീകരിച്ചത് പെരുന്നാടുള്ള SFI ഏരിയ സെക്രട്ടറി ജിജോയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും MLA പുറത്തുവിട്ടു. പിന്നീട് ഇതേ ഫാക്ടറിയിൽ MLA എത്തിയപ്പോൾ മറ്റു തൊഴിലാളികൾ തന്നെ ഈ സ്ത്രീയുടെ രാഷ്ട്രീയ നാടകത്തെ തള്ളിക്കളയുന്നതും കാണാം. CPMന്റേത് പഴക്കം ചെന്ന സ്ക്രിപ്റ്റാണെന്നും ഇത്തരം നാടകങ്ങൾ വഴി ജനപ്രതിനിധികളെ അപമാനിക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും P.C. വിഷ്ണുനാഥ് പരിഹസിച്ചു. CPM ഒരുക്കിയ ആ നാടകം പൊളിച്ചടുക്കിയ MLAയുടെ വീഡിയോ കൂടി കണ്ടുവരാം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരുപാട് നാടകങ്ങളൊക്കെയായി നമ്മുടെ CPM സ്നേഹിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കേരളപുരത്ത് എനിക്കെതിരെ ഒരു അധിക്ഷേപ പ്രസംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാനതിന് മറുപടിയൊന്നും പറയാൻ പോയിട്ടില്ല. ഇന്ന് കൊറ്റങ്കരയിൽ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ മണ്ഡലത്തിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫാക്ടറിയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പോരാൻ നേരം സ്വാഭാവികമായി അവിടെയുള്ള തൊഴിലാളികളൊക്കെ വന്ന് നമ്മളോട് ആവശ്യങ്ങൾ, കുശല അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു സഹോദരി വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. MPയുടെ കാര്യം ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ശബരിമലയിലെ സ്വർണം കട്ടതിനെ കുറിച്ച് ഞാൻ എന്തോ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കൊറ്റങ്കരയിലാണ് കമ്പനി. പെരുന്നാടുള്ള SFIയുടെ ഏരിയ സെക്രട്ടറി ജിജോയാണ് ഈ കശുവണ്ടി ഫാക്ടറിയിൽ വീഡിയോ എടുക്കാൻ വന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞാനെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടി നിയമസഭയിലൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ അവരോട് വിശദീകരിച്ചു. നിയമസഭയിൽ ഞാൻ പോയിട്ട് പലതവണ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ വരെ ഉണ്ടായിരുന്നു പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക്. അവരുടെ വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ഈ പിണറായി വിജയൻ സർക്കാർ വന്നിട്ട് മാറ്റി. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംശാദായം അങ്ങോട്ട് അടയ്ക്കുന്ന ആ സഹോദരിയോട് പിന്നീട് ഈ ഗവൺമെന്റ് കശുവണ്ടി തൊഴിലാളികളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ പറയുണ്ടായി. എന്നിട്ട് ഞാൻ പോരുന്നു. ഞാൻ ഇറങ്ങി കമ്പനിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് എനിക്ക് കൊല്ലത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു അവാർഡിൻ്റെ ചടങ്ങ്. അപ്പോഴാണ് ഇവിടുത്തെ ഒരു മുതിർന്ന CPM നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജിലും കൊല്ലത്തെ CPM ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലുമെല്ലാം കശുവണ്ടി തൊഴിലാളികൾ എന്നെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺഗ്രസ്സുകാരിയായ കശുവണ്ടി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടത്. ഒന്നാമത് എൻ്റെ സ്നേഹിതന്മാരെ, എന്തിനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നത്? എന്നോട് വർത്തമാനം പറഞ്ഞ ഒരു സഹോദരി, അവരുടെ മകൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൊറ്റങ്കരയിലെ ഗോപികാസദനം സ്കൂൾ വാർഡിലെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മകൻ എല്ലാവർക്കും അറിയാവുന്ന DYFI പ്രവർത്തകനാണ്. എന്ത് CPM ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിലായി തുടങ്ങിയോ? കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ്സുകാരി MLAയോട് ഇപ്പോൾ എന്നോടിപ്പോൾ ഒരാൾ, ഞാൻ MLA എന്ന നിലയിൽ ഇപ്പോൾ ചൂടായ പോലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരി ചൂടായി തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത്? ഞാൻ അതിനുശേഷവും ആ കമ്പനിയിൽ പോയി ചെന്നപ്പോൾ അവരെല്ലാവരും വന്നു, ഈ സഹോദരി ഒഴികെ. അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടു വാട്സാപ്പിൽ. അപ്പോഴത്തേക്ക് വാട്സാപ്പ് പ്രചരണം തുടങ്ങിയല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് വിഷമം ഉണ്ടായിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു, മെഡിക്കൽ ക്യാമ്പ് ഇതിനകത്ത് വെച്ചു.
ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യം ചെയ്യാനായിട്ടാ വന്നത്. അതിനകത്ത് കയറി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതിനകത്ത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം വേണ്ട, എല്ലാവരും മനുഷ്യർ, എല്ലാവരും ഒരുപോലെ. ഞങ്ങൾക്കിത് വേണ്ടിയുള്ള ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമയും വേണ്ട, ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ നന്നായി നടന്നല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവരെ സ്നേഹിച്ച് അവരോട് സ്നേഹം പങ്കുവെച്ച് ഞാൻ പോരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ നാടകം ഈ നിലയിലാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തെല്ലാം തരത്തിലുള്ള നാടകങ്ങൾ കാണാനിരിക്കുന്നു. പക്ഷേ ഇത് ഒരു 10-30 കൊല്ലം പഴക്കമുള്ള സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഒന്ന് ഒതുക്കുന്നത് നന്നായിരിക്കും.